നമുക്ക് വിശുദ്ധ ബൈബിൾ തുറക്കാം. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ സവിശേഷമായ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. ദൈവത്തിന് എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണുകെ അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്ക എടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. നല്ല വചനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേ. സൺഡേകളിൽ അല്പം ദീർഘസമയം ശുശ്രൂഷിക്കുവാനുള്ള സമയം കൂടെ കണ്ടെത്താനാണ് അല്പം നേരത്തെ തിരുവചന ശുശ്രൂഷ ആരംഭിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ 4 എഴുത്തുകാർ 4 വീക്ഷണത്തിൽ നിന്നുകൊണ്ട് എഴുതുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന എഴുത്തുകളാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. നാം നിൽക്കുന്നത് 5-ാം അധ്യായത്തിലാണ്. 1-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ്റെ ജനനവും യേശുക്രിസ്തുവിൻ്റെ ജനനവും വെളിപ്പെടുത്തിയിരിക്കുക. 2-ാം അധ്യായം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഷിമിയോൻ എന്ന് പറയുന്ന ദൈവമനുഷ്യൻ അരുളപ്പാടുണ്ടായി, ക്രിസ്തുവിനെ കാണാതെ നീ മരിക്കത്തില്ല. ആ പ്രവചന നിവർത്തി ദൈവാലയത്തിൽ നിറവേറുന്നതാണ് 2-ാം അധ്യായത്തിൻ്റെ വിവരണം. 3-ാം അധ്യായത്തിൻ്റെ വിവരണം ഇച്ചിരി വ്യത്യസ്തമാണ്. യേശു സ്നാനമേറ്റപ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങുകയാണ്. 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു, പിശാചിൻ്റെ പരീക്ഷകളെ യേശു ജയിച്ചു. 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 3 അത്ഭുതങ്ങൾ ഈ 5-ാം അധ്യായത്തിലുണ്ട്. 1-ാമത്തെ അത്ഭുതം ദൈവത്തിന് സ്തോത്രം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ശൂന്യമായ പടകിനെ ദൈവം നിറഞ്ഞ പടകാക്കി മാറ്റി. 2-ാമത്തെ ഭാഗം 12 മുതൽ 14 വരെ കുഷ്ഠം നിറഞ്ഞവനെ ആരോഗ്യം നിറഞ്ഞവനാക്കി ദൈവം മാറ്റി. 3-ാമത്തെ സന്ദേശം 18 മുതൽ 26 വരെ നിശ്ചലമായവനെ ചലനമുള്ളവനാക്കി ക്രിസ്തു മാറ്റി. ഇതെല്ലാം ഒന്ന് വിവരിക്കുവാൻ സമയം അനുവദീനമല്ല, എങ്കിലും ചില വചനങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഞാനൊന്ന് കൊണ്ടുവരാം. 1-ാമത്തെ സന്ദേശം നമ്മൾ 5-ാം അധ്യായം പഠിക്കുമ്പോൾ ശൂന്യമായ പടകിനെ ദൈവം നിറഞ്ഞ പടകാക്കി മാറ്റി. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ദൂത് നിങ്ങൾ പഠിച്ചോ. ഇന്ന് പ്രസംഗിക്കാൻ പോകുന്ന ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഏതു ശൂന്യതകളെ നിറവാക്കാൻ ക്രിസ്തുവിന് കഴിയും. ഓ ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന ശൂന്യത ഓർത്താലും നിരാശപ്പെടേണ്ട. ദൈവത്തിൻ്റെ സാന്നിധ്യവും ഇടപെടലും വാക്കുകളും നിന്റെ ശൂന്യതയെ നിറവാക്കി മാറ്റും. സ്തോത്രം. നിന്റെ ശൂന്യത ആരും കാണുന്നില്ലെന്നും അതാരും അറിയുന്നില്ലെന്നും നീ ചിന്തിക്കരുത്. എൻ്റെ ദൈവം ആരാന്നറിയാമോ? നിന്റെ ശൂന്യത ദൂരത്തുനിന്ന് അറിയുന്നവനാ. കടൽക്കരയിൽ പടക് ധാരാളമുണ്ടെങ്കിലും നിന്റെ പടക് തേടി വരുന്നവനാ യേശു. ചിലരോടൊക്കെ ദൈവം സംസാരിക്കുക, നിന്റെ ശൂന്യതയ്ക്ക് ഒരറുതി വരാൻ സമയമായി. ഓ താങ്ക് യു ലോർഡ്. ഏതു സ്ഥലത്തു നീ പരാജയപ്പെട്ടോ, ഏതു കടലിൽ നീ പരാജയപ്പെട്ടോ, ഏതു വള്ളത്തിൽ നീ പരാജയപ്പെട്ടോ, ഏതു വലയെടുത്തപ്പോൾ നീ പരാജയപ്പെട്ടോ, അതേ വള്ളത്തിൽ, അതേ കടലിൽ, അതേ വലയിൽ തന്നെ നിന്റെ ശൂന്യത നിറവാക്കി മാറ്റാൻ മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അടുത്തിരിക്കുന്ന ചിലരെ നോക്കി ഒന്ന് പ്രവചിക്കുന്നതിൻ്റെ ശൂന്യത നിറവാകാൻ പോവാന്ന് പറ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഭാര്യയും ഭർത്താവും അടുത്തിരിക്കുന്നതിൽ മുഖത്തു നോക്കി ചിരിച്ചോണ്ടെന്ന് പറ, നിന്റെ ശൂന്യത നിറവാകാൻ പോകുകയാ. ആരോടൊക്കെയോ കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. വർഷങ്ങളായി വിട്ടുമാറാത്ത ശൂന്യത നിന്നെ കയറി പിടിച്ചെങ്കിൽ ദൈവത്തിന് വാക്കുകൾ കൊണ്ട് അതിനെ നിറവാക്കാൻ പറ്റും. സ്തോത്രം. ഞാൻ വചനം തുടങ്ങുമ്പോൾ തന്നെ പറയാം, മനുഷ്യരൊരു കാര്യത്തിൽ ഇടപെടുന്ന പോലെ അല്ല ദൈവം ഒരു കാര്യത്തിൽ ഇടപെടുന്നത്. ഒരു ദൈവപ്രവൃത്തി പ്രതീക്ഷിക്കുന്ന ഓരോ ദൈവമക്കളും വചനം കേൾക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവേ നിന്റെ പ്രവൃത്തി ഒന്ന് വെളിപ്പെടുത്തണേ. ഒന്ന് പറഞ്ഞേ. അയ്യോ എല്ലാവരും ശബ്ദം തീരെ കുറവാണോ? രാവിലെ തൊണ്ട അടച്ചോ?
അതോ സാംജി പാട്ട് പാടിയപ്പോൾ നിങ്ങളുടെ തൊണ്ടയുടെ സൗണ്ട് പോയോ? സാംജി അല്ലയോ ഉറക്കപ്പാടിയോ? ദൈവത്തിന് സ്തോത്രം. ഒന്ന് പറഞ്ഞേ എന്തുവാ പറയേണ്ടിയേ? ഒരു ദൈവപ്രവൃത്തി. ആമി ഒന്ന് നമ്മളെല്ലാം കൂടെ ഒന്ന് പറഞ്ഞ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ആമി ചിലരെ കൊണ്ട് പറഞ്ഞു പറയിക്കുക വിടുതൽ വാങ്ങിക്കാൻ. ആമി ഒരു ദൈവപ്രവൃത്തി ഉടനെ. ഞാനിനി ഒരു ദൂത് പറയാം. നിന്റെ ലൈഫിൽ വന്ന ശൂന്യത നിറവാകേണ്ട വിഷയം നിന്റെ വള്ളത്തിനടിയിലുണ്ട്. നീ ആമി തുഴഞ്ഞ കൃപ ഇറ്റലിയിൽ നിന്ന് വരണ്ട, ഫ്രാൻസിൽ നിന്ന് വരണ്ട. നീ ഇരിക്കുന്ന സ്ഥലത്ത്, നീ പാർക്കുന്ന സ്ഥലത്ത്, നീ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിന്റെ നിറവ് വെളിപ്പെടേണ്ട നന്മ. ഓ ഹല്ലേലൂയ. മനസ്സിലാകുന്നവർ ദൈവത്തിനോട് സ്തോത്രം ചെയ്താട്ട്. ബൈബിളിലെ ഒരു വാക്യം കേട്ടോ, മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നെങ്കിൽ ഇറ്റലിയിൽ നിന്ന് നന്മ വരുമെന്നല്ല, ദേശത്തിൻ്റെ നന്മ നീ അനുഭവിക്കും. ഇന്നതൊരു പ്രവചനമാ. ആരോടൊക്കെയോ കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുക. എവിടെ ശൂന്യത കണ്ടോ, എവിടെ ആമി വല കീറിപ്പോയോ, എവിടെ പരാജയം വന്നോ, ആമി ദൈവത്തിന് സ്തോത്രം. ആമി ശിമോന്റെ പ്രത്യേകത കണ്ടോ? ആമി സ്തോത്രം. ശൂന്യത വന്നിട്ടും അടങ്ങിയിരിക്കുന്നില്ല. പൊട്ടിയ വല തുന്നിക്കെട്ടുക. അതിൻ്റെ കാര്യം എന്താ? നാളെ ഞാൻ വീശും. അല്ല, ഇന്ന് ഒരു ഉപവാസം നടത്തിയത് കൊണ്ട് വിടുതൽ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇനിയും പ്രാർത്ഥിക്കുന്നതെന്നല്ല, നാളെയും ഞാൻ പ്രാർത്ഥിക്കും, നാളെ ഞാൻ ഉപവസിക്കും. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ശൂന്യത മാറ്റുവാൻ എൻ്റെ യേശു എൻ്റെ വള്ളം തേടി വരും. ഓ, നിന്നോട് ദൈവം സംസാരിക്കുക. ഇത് നിന്റെ ദിവസമാ. നാട്ടുകാർ നിന്നെ തള്ളി, പക്ഷെ യേശു തള്ളിയിട്ടില്ല. അവൻ നിന്റെ പടക് തപ്പി വരികയാ. സ്തോത്രം. നോക്കിയ ഒരധ്യായത്തിൽ നടക്കുക, ശൂന്യമായ പടകം നിറഞ്ഞു. ഇനി അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. 12-ാമത്തെ വാക്യത്തിൽ ആ പട്ടണത്തിൽ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ. എന്തുവായിരുന്നു? അത് മൈക്ക് കയ്യിലുണ്ടെന്ന് വായിക്കാം. അവനൊരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ. എത്രയും വായിച്ചാൽ മതി. അപ്പം ആദ്യത്തെ അധ്യായത്തിൽ പടകിൽ എന്തോ ഇല്ല, നിറവില്ല, ശൂന്യതയാ. കണ്ടോ? നിറവ് വരണ്ടടത്ത് ശൂന്യതയും, ശൂന്യത വരണ്ടടത്ത് നിറവും വന്ന് കിടക്കുക. രോഗം ശരീരത്തിന് ആവശ്യമുണ്ടോ? ഇല്ല. കുഷ്ഠം നിറഞ്ഞിരിക്കുക. യേശു ഇടപെട്ടപ്പോൾ എന്തുവായി? കുഷ്ഠം പൊട്ടി ആരോഗ്യം വന്നു. ഓ ഹല്ലേലൂയ. ഇനി 3-ാമത്തെ കാര്യത്തിൽ ഇന്ന് ഈ മെസ്സേജ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയാം, അമ്മി ഒഴിയേണ്ടതെല്ലാം നിന്റെ ശരീരത്തിൽ നിന്ന് ഒഴിയണം. വരണ്ട ആരോഗ്യം നിനക്ക് വരണം. ശരീരത്തിൽ ആരോഗ്യം വേണ്ടവർ പ്രാർത്ഥിക്കേണ്ട ഒരു വചനമുണ്ട്. ഇതാ ഞാൻ രോഗശാന്തി ആരോഗ്യം വരുത്തി. ഒന്ന് പറ, എൻ്റെ ശരീരത്തിൽ ആരോഗ്യം വരട്ടെ. ഒന്ന് പറ. ഒരു കുഴപ്പം വരത്തില്ല എൻ്റെ ശരീരത്തിൽ. രാവിലെ നിന്റെ ചലതുറ്റലുണ്ടല്ലോ, രാത്രി ഉറങ്ങാൻ വയ്യാത്ത ഡിസ്റ്റർബൻസ്, അതൊക്കെ ഇന്ന് പൊട്ടും. ശരീരത്തിൽ കുഷ്ഠം നിറഞ്ഞവനെ ഒറ്റ വാക്കുകൊണ്ട് നിറഞ്ഞ രോഗാത്മാവിനെ ഒഴിപ്പിച്ചെങ്കിൽ, ഓ നന്ദി കർത്താവേ. ഇന്ന് ഈ മെസ്സേജ് നടക്കുമ്പോൾ ചില വീടുകൾക്കകത്ത് ശൂന്യത നിറവാകാൻ പോവുക. അരുതാത്തത് വല്ലതും നിന്റെ വീട്ടിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത് ശൂന്യമാകും. ഓ യേശുവിന്റെ നാമത്തിൽ ചിലരുടെ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ മാറിപ്പോകട്ടെ. 3-ാമത്തെ കാര്യമാണ് നമ്മൾ പ്രസംഗത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 18-ാമത്തെ വാക്യം മുതൽ 26-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങൾ അവിടെ എടുത്തിരിക്കുന്നത്. അവിടെ നിശ്ചലമായി ഇതിനെ ചലനമുള്ളതാക്കുന്ന ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോൾ ഇന്നൊരു തുടക്കത്തിലെ ഞാൻ പറയുക, പക്ഷപാതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ശരീരത്തിലെ അവയവങ്ങൾ പ്രവർത്തിക്കാതാകുക. അതാണ് പക്ഷപാതം. അതായത് നിശ്ചലമായി പോവുക. ഞാൻ ഈ വചനത്തിലൂടെ തുടങ്ങുമ്പോൾ ഒരു ആത്മീക അർത്ഥം പറയാം. ഇത് യേശുവിൻ്റെ കാലത്ത് നടന്നൊരു പ്രവൃത്തിയാണെങ്കിലും ഇന്നത്തെ സഭായോഗത്തിൽ ഇത് നിന്നോടും എന്നോടുമുള്ള ദൂത. ഞാൻ തുടങ്ങുക, ചലനമറ്റതിനെ ഇന്നെൻ്റെ ദൈവം ചലിപ്പിക്കട്ടെ, നിശ്ചലമായതിനെ ദൈവം ചലിപ്പിക്കട്ടെ. ഈ 24, 25, 26 3 വാക്യമാണ് വായിച്ച്. ഈ 3 വാക്യത്തിനകത്ത് 3 സന്ദേശങ്ങളുണ്ട്. 1-ാമത്തെ സന്ദേശം പാപപരിഹാരകനായ ക്രിസ്തു. 2 സ്ഥിതി മാറ്റുന്ന ക്രിസ്തു. 3 അപൂർവ കാര്യങ്ങളെ ചെയ്യുന്ന ക്രിസ്തു. ഈ 3 ഭാഗം വെളിപ്പെടുത്തി കഴിയുമ്പോൾ എൻ്റെ പ്രസംഗം തീരും. ഞാൻ ഒരു കാര്യം തുടക്കത്തിലേ പറയാം, ഇന്നും നിന്റെ കുടുംബത്തിൽ ഒരു അപൂർവ കാര്യം നടക്കണം. എത്ര പറയും? അപൂർവ കാര്യം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായൊരു കാര്യം.
വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം, മുമ്പൊരിക്കലും നടക്കാത്ത കാര്യം, നടന്നിട്ടില്ലാത്ത കാര്യം നിന്റെ കുടുംബത്തിൽ നടക്കണം. ഇനി നമ്മൾ ഇച്ചിരി ശാന്തമായ അന്തരീക്ഷത്തിൽ കൂടെ പോകും. ഇന്ന് ചിലതിന്മേൽ നമുക്ക് ജയം പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നാം സ്തോത്രം, ഒരു മനുഷ്യൻ, പക്ഷപാതം പിടിച്ചൊരു മനുഷ്യനെ കുറിച്ചാണ് നമ്മളവിടെ പഠിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മളവിടെ പഠിക്കുന്നത്. അവനെ ഇപ്പോൾ ഒരു രോഗം കയറി പിടിച്ചിരിക്കുക. ഈ ബൈബിൾ പഠിക്കുമ്പം ചിലർക്ക് രോഗമുണ്ട്, ചിലർക്ക് രോഗാത്മാവുണ്ട്, ചിലർക്ക് രോഗവും രോഗാത്മാവുമല്ല, ചിലർക്ക് രോഗബന്ധനമുണ്ട്. കർത്താവിന് സ്തോത്രം. ചിലർക്ക് വല്ലാത്ത രോഗമുണ്ട്, ചിലർക്ക് കഠിന രോഗമുണ്ട്, ചിലർ നിത്യരോഗിയാണ്, ചിലർക്ക് മരിക്കത്തക്ക രോഗമുണ്ട്. സ്തോത്രം. ഒന്നുകൂടെ പറയാം. ചിലർ രോഗമുള്ളവരുണ്ട്, രോഗാത്മാവുള്ളവരുണ്ട്, രോഗബന്ധനമുള്ളവരുണ്ട്, വല്ലാത്ത രോഗമുള്ളവരുണ്ട്, കഠിന രോഗമുള്ളവരുണ്ട്, നിത്യരോഗിയായിരിക്കുന്നവരുണ്ട്, മരിക്കത്തക്ക രോഗം പിടിച്ചവരുണ്ട്. ഇവിടെ നമ്മൾ വായിച്ച ഭാഗം അത്ര ഇപ്പോൾ പറയുമ്പോൾ അത്ര സുഖമുള്ള ഭാഗമല്ല, എന്നാലും അത് പഠിച്ചാലേ പറ്റത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുകയാണ്, ഈ രോഗത്തിൻ്റെ പിമ്പിൽ പാപമുണ്ടെന്നാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ചിലർക്ക് രോഗം വരുന്നതിൻ്റെ പിമ്പിൽ അവരുടെ പാപമുണ്ട്. എല്ലാ രോഗങ്ങളുടെ പിറകിലും പാപമില്ല. കർത്താവിന്. എന്നാൽ ചില രോഗങ്ങൾ വരുന്നതിന് പിമ്പിൽ എന്തോ ഉണ്ട്? പാപമുണ്ട്. അതുകൊണ്ടാണ് ഈ രോഗിയെ യേശു സൗഖ്യമാക്കാൻ നേരത്തെ ആദ്യം യേശു പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. ഇനി എന്തുവാ പാപം? സ്തോത്രം. ഈ ബൈബിളിൽ പാപം എന്തുവാന്ന് വെളിപ്പെടുത്തുന്ന ധാരാളം ഭാഗമുണ്ട്. ഞാൻ അവിടോട്ടൊക്കെ വരാം. കർത്താവിന് സ്തോത്രം. ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പം മിരിയാം കുഷ്ഠരോഗിയായത് പാപനിമിത്തമാണ്. സ്തോത്രം. അപ്പം മിരിയാമിൻ്റെ പാപം എന്തുവായിരുന്നു? മത്സരിക്കുന്ന സ്വഭാവം. അത് പാപമാണ്. കർത്താവിന് സ്തോത്രം. ഉസിയ രാജാവ് കുഷ്ഠം പിടിച്ചത് പാപനിമിത്തമാണ്. അത് ആ പാപം എന്തുവായിരുന്നു? നിഗളമായിരുന്നു ആ പാപം. കർത്താവിന് സ്തോത്രം. ഇനി ഗേഹസി കുഷ്ഠരോഗിയായത് പാപം ഉണ്ടായിരുന്നു. പാപനിമിത്തം ആ കുഷ്ഠരോഗി ആയത്. കാരണം അരുതാത്തതിൻ്റെ പുറകെ യാത്ര ചെയ്ത് അരുതാത്തതെല്ലാം പിടിച്ചു വാങ്ങിച്ചു. അതുകൊണ്ട് അത് കുഷ്ഠമായി മാറി. അപ്പം പല രോഗങ്ങൾക്ക് പിമ്പിലും പാപമാണ് കാരണം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 38 വർഷമായി ബെത്സയിദ കുളക്കരെ കിടക്കുന്ന മനുഷ്യൻ്റെ രോഗകാരണം പാപമാണെന്ന് യേശു പിന്നീട് സംസാരിക്കുന്ന ഒരു ഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ യേശു പറയാം, നോക്കുക, നീ സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനിയും എന്ത് ചെയ്യരുത്. അപ്പം ചിലരുടെ രോഗത്തിൻ്റെ പിമ്പിലെ കാരണം എന്താണ്? പാപമാണ്. എല്ലാവരുടെയും അല്ല. എന്നാൽ ഒരിക്കൽ യേശുക്രിസ്തുവിനെ ഒരു രോഗിയുടെ മുമ്പിൽ കൊണ്ടുവച്ച് ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കാൻ കാരണം എന്താ? ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തോണോ? കർത്താവ് പറഞ്ഞു, ഇത് പാപമല്ല, ഇതൊരു ദൈവപ്രവർത്തിക്കാം. അപ്പോൾ ഒരാൾ രോഗിയായാൽ അതിൻ്റെ പിമ്പിൽ പാപമാണെന്ന് ചിന്തിക്കരുത്. എന്നാൽ ബൈബിളിൽ ചില രോഗങ്ങളുടെ പിമ്പിൽ മനുഷ്യൻ്റെ പാപമുണ്ട്. പാപമുള്ളവരെന്ത് ചെയ്യണം? പാപം ഏറ്റുപറഞ്ഞ് ക്ഷമാപണം പ്രാപിക്കുമ്പോൾ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കായി സൗഖ്യം വന്നിരിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ഞാനത് വെളിപ്പെടുത്തുന്ന ചില ഭാഗങ്ങൾ കർത്താവിന് സ്തോത്രം ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. കർത്താവിന് സ്തോത്രം മനസ്സിലാകാനായിട്ട്. കർത്താവിൻ്റെ മേശയെക്കുറിച്ച് പൗലോസ് കൊരിന്തിലെ സഭയോട് പഠിപ്പിക്കുമ്പം കർത്തൃമേശയെക്കുറിച്ച് എന്നും ഇവിടെ വായിക്കുന്നൊരു ഭാഗമാണ് 1 കൊരിന്ത്യർ 11:28. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനമേറ്റ് ദൈവത്തോട് ചേർന്നൊരു ദൈവപൈതലിന് ഒരാഴ്ച പോലും തിരുമേശയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും അശുദ്ധിയോ പാപമോ ജീവിതത്തിൽ വന്നെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിരപ്പ് പ്രാപിച്ച് തിരുമേശയിൽ പങ്കാളിയായി തീരണം.
അമ്മി ഞങ്ങൾ ചിലപ്പോൾ പറയുമല്ലോ, കത്രുമേശയുടെ ശുശ്രൂഷ തുടങ്ങുമ്പം കഴുകാൻ പോവുക, വാഷ്റൂമിൽ പോവുക, മിണ്ടാൻ പോവുക എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയച്ച് അപ്പം അമ്മി എടുത്ത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കഴിക്കാനായിട്ട് ഓടി കയറരുത്. അത് ശരിയല്ല. കാരണം ക്രൂശും തിരുമേശയോട് അടുക്കുമ്പോൾ അതിനു മുമ്പുള്ള ദൈവവചന ധ്യാനം ആരെങ്കിലും ഗൗരവമായിട്ട് എടുക്കാതിരുന്നാൽ വലിയ അപകടമാണ്. അത് ഗൗരവമായി എടുക്കണം. കർത്താവേ, എൻ്റെ നോട്ടത്തിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ എന്തെങ്കിലും പാപം വന്നെങ്കിൽ കർത്താവേ എന്നോട് ക്ഷമിക്കണം. പുത്രൻ്റെ രക്തത്താൽ എന്നെ കഴുകണം. കാരണം തിരുമേച്ച ഭക്ഷിക്കുമ്പോൾ ഓർക്കണം, ഇതെൻ്റെ ഓർമ്മയ്ക്കാ ചെയ്യുന്നേ. ആമി, ഇത് ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിലും ക്രിസ്തു നിങ്ങളിലുമായി മാറുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച്, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. സ്തോത്രം. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. എന്ന് പറഞ്ഞാൽ ഇത് അയോഗ്യമായി ഭക്ഷിച്ചാൽ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ടെന്നാണ് പൗലോസ് വെളിപ്പെടുത്തുന്നത്. അപ്പൊ ചിലർ ചോദിക്കും, അതുകൊണ്ടാ പാസ്റ്റർ ഞാൻ കുറച്ച് നാളായിട്ട് എടുക്കാത്ത. അപ്പൊ ഒരു ചോദ്യമാണ്, കാഹളം വന്നാൽ ഊതുമ്പോൾ നീ എന്നാ ചെയ്യും? പറന്നിടുമേ ഞാൻ പറന്നിടുമേ എന്ന് പാടിയത് തിരിച്ച് നീ പാടും, കറങ്ങിടുമേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നത്, സ്നാനപ്പെട്ടവൻ ഒരു ദിവസം പോലും തിരുമേശന്ന് ഒഴിഞ്ഞിരിക്കുക. ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടായാൽ എന്തോ ചെയ്യണമെന്നറിയോ? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ തീർത്തോണം. അല്ലേ വിശ്വാസിയായിരിക്കും. ആണ് സ്വോത്രം പോകുന്നു ഞാൻ പറഞ്ഞില്ലയോ? അടുത്ത ഭാഗത്ത് വരുമ്പോൾ സ്വോത്രം പറയുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലേ വിശ്വാസിയായി ഇരിക്കാൻ റൈറ്റ് ഇല്ലെന്ന്. അപ്പം തിരുമേശ അയോഗ്യമായി ഭക്ഷിച്ചാൽ എന്തോ ആകും? രോഗിയായി മാറും. സ്തോത്രം. ഇനി വേറൊരു ഭാഗത്ത് യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നൊരു ഭാഗമുണ്ട്, വായിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. ആമീൻ. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും. അപ്പം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ വർഷങ്ങളായി നിന്റെ ശരീരത്തിൽ ഭരിക്കുന്ന രോഗത്തിൻ്റെ പിമ്പിൽ നിന്റെ പാപമാണെങ്കിൽ ഇന്ന് ക്ഷമ പറഞ്ഞ് അതിൽ നിന്ന് വിടുതലെടുക്കണം. ഒരാമയും പറഞ്ഞു കൊടുക്കണം. ഒരുപക്ഷെ നിനക്ക് അറിവില്ലാത്തൊരു കാര്യമായിരിക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന് സ്വതന്ത്രം. എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് നമുക്ക് തിരുമേശ എടുക്കാൻ പറ്റത്തില്ല. വിശുദ്ധ ജീവിതം വളരെ ആവശ്യമാണ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ് ഞാൻ ആ ഭാഗം പറഞ്ഞു വിടുക. ഇനി സ്തോത്രം. ഇനി എന്തുവാണ് വേദപുസ്തകം പറയുന്ന പാപം? എന്തുവാണ് പാപം? ബൈബിൾ പറയുന്ന പാപം. ദൈവത്തിന് സ്തോത്രം. ബൈബിൾ പറയുന്ന പാപം എന്നറിയാമോ? 1 യോഹന്നാന്റെ ലേഖനം പിന്നെ വായിച്ചോണം. വീട്ടിൽ ചെന്ന് അതൊന്നും വായിക്കാനുള്ള സമയമില്ല, കാര്യം ദൂതിലേക്ക് വരാൻ പോവുക. 5-ാം അധ്യായം 17. ഏത് അനീതിയും പാപമാകുന്നു. എന്തുവാ? ഏത് നീതി അല്ലാതെ ചെയ്യുന്നതെല്ലാം എന്തുവാ? പാപമാണ്. ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒരിക്കലും നീതി ചെയ്യത്തില്ല. നീതി അല്ലാത്തതെല്ലാം എന്തുവാ? പാപം. ഈ 39-ാം സങ്കീർത്തനം നിങ്ങൾക്ക് കാണാതറിയാം, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ. അപ്പം നാവ് കൊണ്ട് എന്ത് ചെയ്യും? പാപം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഈ എഫെസ്യൻ പൗലോസ് കോപിച്ചാൽ എന്താ വരും? വലിയ ബുദ്ധിമുട്ടായി വിശ്വാസം ജീവിതം നയിക്കാൻ. കൈയടിച്ചങ്ങ് പോകാൻ, ഗ്ലോറി പറഞ്ഞു പോകാൻ വലിയ എളുപ്പമാണ്. പക്ഷേ സ്വർഗത്തിൽ പോകുന്ന വിശ്വാസ ജീവിതം നയിക്കാൻ വലിയ പാടാണ്. എന്തോ അവിടെ എഴുതിയിരിക്കുന്നത്? അപ്പം നാവ് കൊണ്ട് പാപം ചെയ്യരുത്. ഇന്നലെ വൈകിട്ട് 8:45 നാവ് കൊണ്ട് ചെയ്ത പാപം ഉണ്ടല്ലോ, അത് ഇന്ന് ഏറ്റു പറയണോ? അയ്യോ, എങ്ങനെ ഭാഷക്ക് വെളിപ്പെട്ടെ? വചനം വിവേചിക്കുന്നതാണ്. ഞങ്ങളിവിടെ 9:15 പക്ഷേ അടുത്ത 9:15 വരുന്നുണ്ട് നിനക്ക്. സ്തോത്രം. അപ്പം കോപിച്ചാൽ ഇനി നിങ്ങൾ യാക്കോബിന്റെ ലേഖനത്തിൽ മുഖപക്ഷം കാണിക്കുന്നത് പാവമാണ്. എന്തുവാ മുഖപക്ഷം? പിന്നെ അടുത്ത വലിയ ഭാവം കൂടെ, പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നത് പാവമാണ്. പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നത് പാവമാണ്. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, ഇന്നലെ പോയിട്ട് പ്രാർത്ഥിച്ചായിരുന്നു എന്ന് ചോദിച്ചു. അതുകൊണ്ട് എന്നെ നോക്കാനല്ല, അടുത്തിരിക്കുന്ന ആളോട് ഇന്നലെ വൈകിട്ട് നിന്റെ ഈ കട്ടിലുള്ള ആ കുർസിമ അല്ല, കർത്താവെ എന്നെ ഏൽപ്പിക്കുന്നു, അച്ഛനെ ഏൽപ്പിക്കുന്നു, പിള്ളേരെ ഏൽപ്പിക്കുന്നു, ഗ്ലോറി വിക്ടറി രക്തം ചെയ്യാം. അതല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ആ ഭാഗമൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. സ്തോത്രം. പിന്നെ വേറൊരു പാപം യാക്കോബിനാണ്, നന്മ ചെയ്യണമെന്നറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് ലിസ്റ്റ് നിരത്തിയ ഒരു 450 എണ്ണം ഞാൻ എടുത്തേച്ചാ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഇത് ബൈബിൾ സ്റ്റഡി അല്ലാത്തതുകൊണ്ട് ഞാനത് വിടുക. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം. ഹല്ലേലൂയ.
യേശു പറയുകയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം നിങ്ങളത് വായിച്ച് അവിടെ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ യേശു പറയുക, നിങ്ങൾ സത്യം, എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന്. ഏതൊരു പാപിയുടെയും പാപം മോചിക്കാൻ ദൈവപുത്രന് അധികാരമുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഒരുവൻ പാപിയായി പോയത് കൊണ്ട് ലൈഫെല്ലാം നഷ്ടമാകുമല്ല, ആ പാപത്തിനൊരു പരിഹാരകനുണ്ട്, അവൻ്റെ പേരാ യേശു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒറ്റ രക്ഷകനേ ഉള്ളൂ, അവൻ്റെ പേരാ യേശു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്നെ പാപത്തിൻ്റെ ചേറ്റുകുടി നിന്ന് രക്ഷിച്ച് നിത്യ സ്വർഗത്തിനുടമയാക്കി ഇവിടെ കൊണ്ടിരുത്തിയ ദൈവത്തിന് കൈ ഉയർത്തിയ ഒരു സ്തോത്രം പറഞ്ഞാട്ട്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇനി ബൈബിളിലെ ഒരു വാക്യം കേട്ടെ, ലംഘനം മറച്ചു വെക്കുന്നവന്, അടുത്ത പറയാം, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ആർക്കും ലഭിക്കും. ഇപ്പം നമ്മൾ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തു നോക്കിയേ, നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ അവനെ നമ്മളെല്ലാം കൂടെ അങ്ങ് ക്രൂശിക്ക് പുള്ളി അടക്കി മാർബിൾ കൊണ്ട് സീലും വെച്ച് റീത്തും വെക്കാതെ നമുക്ക് ഉറക്കം വരികയല്ല. നിങ്ങൾ സത്യം അങ്ങനല്ല. ഇനി ചില തെറ്റ് ചിലർ ചെയ്താലും കർത്താവിന് സ്തോത്രം. ഒരിക്കൽ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, അവനെ അറിയാമോ, അവൻ വഞ്ചകനാ. ഞാൻ ചോദിച്ചു എന്തുവാ? അവർ രണ്ടും കൂടെ കൂട്ടു ബിസിനസ് നടത്തി. സ്തോത്രം. ബിസിനസ് നഷ്ടം വന്നപ്പം കർത്താവിന് സ്തോത്രം കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം ലാഭം കിട്ടിയതെന്നും കണക്ക് വെക്കാതെ നഷ്ടം മാത്രം കണക്കെടുത്തിട്ട് അവൻ വഞ്ചകനാന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇവൻ സ്വർഗത്തിൽ പോങ്കി സ്വർഗം എനിക്ക് വേണ്ട എന്നൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് കമൻ്റ് അടിച്ചു. ഞാൻ പുള്ളിയോട് ചോദിച്ചു, കർത്താവ് എന്നേ അവൻ്റെ ആ തെറ്റൊക്കെ ക്ഷമിച്ചാ, കാരണം ലാഭത്തിൻ്റെ അമരവും വാങ്ങിച്ചതാ. എന്നിട്ട് അവസാനം ഇച്ചിരി ലോസി വന്നപ്പം ഇവൻ കള്ളനാന്ന് പറഞ്ഞ് നടക്കുക. ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം, നമുക്കാരും വിധിക്കാൻ വകുപ്പില്ല. ഒരാൾ ദൈവത്തിനോട് അവൻ്റെ തെറ്റേറ്റു പറഞ്ഞ് നിരപ്പ് പ്രാപിച്ചാൽ നീ അവനെ വിധിക്കാൻ പോയാൽ നീ കുറ്റക്കാരനാവും. അതുകൊണ്ട് സ്വയം വിധിക്കാനേ പറ്റൂ, വേറെ ആരെയും വിധിക്കാൻ പറ്റുകയില്ല. ആ ഭാഗം പറഞ്ഞ് ഞാൻ വിടുക. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ആരെയെങ്കിലും നിങ്ങൾ വിധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗമല്ല. കർത്താവിന് സ്തോത്രം. ഇനി ബൈബിളിലെ ഏറ്റവും പ്രധാന വാക്യം പറഞ്ഞിട്ട് ആ ഭാഗത്തുനിന്ന് പോകാം. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഇന്ന് വിളിക്കുന്ന ചിലരോട് ഞാൻ പറയാം, ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക, വിട്ടുമാറാത്ത ചില രോഗത്തിൻ്റെ പിറകിൽ പാപമാണെങ്കിൽ ഇന്ന് ഏറ്റു പറയണം. എത്ര പേരതിനാഗ്രഹിക്കുന്നുണ്ട്? കർത്താവെ, ഞാൻ ഏറ്റു പറയുന്ന എൻ്റെ പാപം, എനിക്ക് ആ പാപത്തിൽ നിന്ന് മോചനം വേണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് നിന്നെ ക്രൂശ് അടുക്കലേക്ക് വിളിക്കുകയാ. ലൈവിൽ കാണുന്നവരോടും എന്തെങ്കിലും, ഞാൻ വചനത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിന്റെ വിടുതലിൻ്റെ തടസ്സം എന്നോട് ദൈവം പറയുന്നു, ചില മാറാ രോഗങ്ങൾ നിന്റെ ശരീരത്തുനിന്ന് വിട്ടുപോകും. ഒരു നിമിഷം പറ, കർത്താവേ, ഞാൻ എന്തെങ്കിലും പാപം ചെയ്തെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥാ, തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥാ, ഇത്ര ഏറ്റു പറയാൻ വേണ്ടിയാ.
പക്ഷപാതക്കാരൻ്റെ ഓരോ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും നിശ്ചലമായതിൻ്റെ പിമ്പിൽ ഒരു പാപമായിരുന്നു. യേശു എന്നോട് പറയുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഇനി അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ, നമുക്ക് വായിക്കാം. ആമി സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നോക്കിയേ, അവന്റെ സ്ഥിതി കർത്താവ് മാറ്റാൻ പോവാ എന്ന് പറഞ്ഞ, ഇതുവരെ അവൻ എങ്ങനെയായിരുന്നോ ഇനി അവൻ അങ്ങനെ അല്ലെന്ന് യേശു തെളിയിക്കാൻ പോവാ. ഞാൻ ചിലരെ നോക്കി ദൈവാത്മാവിൽ സംസാരിക്കുക. ഇന്നത്തെ സഭായോഗം, ഇന്നത്തെ ആരാധന മറക്കാൻ പറ്റാത്ത ഒരു ആരാധനയാകട്ടെ. ഇന്നലകളിൽ നിന്നെ ബന്ധിച്ചിട്ട, ഇന്നലകളിൽ നിന്നെ ഒതുക്കിയിട്ട ആ അന്ധകാരത്തെ ചലിപ്പിക്കുന്ന ദൈവശബ്ദം നിന്റെ നിശ്ചലമായ മേഖലയിലേക്ക് ഇന്ന് ദൈവശബ്ദമെന്ന് മുഴങ്ങട്ടെ. കാദേശ് മരുഭൂമിയെ നടുക്കുന്ന ശബ്ദം, വനങ്ങളെ തോലുരിക്കുന്ന ശബ്ദം. ഹല്ലേലൂയ. ഞാനൊരു വെളിപ്പാട് പറയാം. നീ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവശബ്ദം ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോവാ. നിശ്ചലമായ ചില അവയവങ്ങളെ, നിശ്ചലമായ ചില വഴികളെ, നിശ്ചലമായ ചില ഡോറുകളെ ഇന്ന് വചനം ചലിപ്പിക്കുക. ദൈവമക്കൾ ആത്മകണ്ണുകളിലൂടെ കാണണം. ഈ ആരാധന ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ആരാധനയാണ്. നീ ഇങ്ങനെ കടന്നു പോകത്തെ ഉള്ളെന്ന് വിധി പറഞ്ഞവരുടെ നടുവിൽ ഇതാ ദൈവ ശബ്ദം. നന്ദി കർത്താവേ. നിങ്ങളുടെ മനസ്സിൽ കുറെ കാര്യങ്ങൾ വന്നല്ലോ. നിന്റെ കൊച്ചിന്റെ കാര്യം ചലിക്കട്ടെ, നിന്റെ വീടിന്റെ കാര്യം ചലിക്കട്ടെ, നിന്റെ ആത്മീയ കാര്യം ചലിക്കട്ടെ, നിന്റെ കേട്ടോ, നിങ്ങളുടെ ഉള്ളിൽ സന്ദേശം ദൈവം തരിക. എന്തോ ഒരു സ്പാർക്ക് നിങ്ങളുടെ അകത്ത് വരുന്നു. വചനം പറഞ്ഞപ്പോൾ ഒരു സ്പാർക്ക് നിങ്ങളുടെ അകത്ത് വരുന്നു. അതിനർത്ഥം എന്താണ്? എവിടോ ഒരു ചലനം. അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കരുത്. ഇത് നീയും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. അല്പം കഴിഞ്ഞിട്ടേ അടുത്തിരിക്കുന്ന ആളോട് മിണ്ടത്തുള്ളൂ. പക്ഷെ ഇത് ചലനങ്ങൾ സൃഷ്ടിക്കും. രാജ്യങ്ങൾക്കപ്പുറത്ത് ചില ചലനങ്ങൾ നീ നിനക്ക് വേണ്ടി ദൈവശബ്ദം ചലിക്കുന്നു. നിനക്ക് വേണ്ടി യേശുവിന്റെ നാവ് ചലിക്കുന്നു. നീ പ്രാർത്ഥിച്ച് ഒരു വാക്ക് പറയണേ കർത്താവേ. നീ എനിക്ക് വേണ്ടി ഒരു വാക്ക് കൽപ്പിക്കണേ കർത്താവേ. ദൈവം കൽപ്പിച്ചാൽ നിന്നെ തേടി കാക്ക വരും. ദൈവം കൽപ്പിച്ചാൽ നിന്നെ തേടി ദൂതം വരും. ദൈവം കൽപ്പിച്ചാൽ നിനക്ക് വഴി തുറന്നു കിട്ടും. ഞാൻ ആത്മാവിൽ കാണുക എവിടൊക്കെയോ ചലനങ്ങൾ. യെസ് യെസ് ലോർഡ്. നിന്റെ സന്നിധി ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ, ഒരു വാക്കു മതി എൻ ജീവിതം നിന്റെ സന്നിധിയിൽ ഇപ്പോൾ നിന്റെ ഞാൻ ആത്മാവിലൊരു കാഴ്ച കാണുക. ആ കാഴ്ച ഞാൻ പറയാം. ലോർഡ്, നിനക്ക് പോലും വിശ്വസിക്കുവാൻ പറ്റാത്തൊരു ചലനം ഈ ദിവസങ്ങളിൽ നീ കണ്ണുകൊണ്ട് ലൈവായി. ഹോളി സ്പിരിറ്റ്, ബൈബിളിൽ വാക്യമുണ്ട്, നിന്റെ കിടക്ക ഞാൻ മാറ്റി വിരിക്കും. നീണ്ട വർഷങ്ങൾ പക്ഷപാതക്കാരനെന്ന് മുദ്ര വെച്ച് ഒരു കട്ടിലേൽ ഒരു ശവത്തെ പോലെ എടുത്തോണ്ട് നടക്കുന്നെങ്കിൽ എന്നോട് ദൈവം പറയുക, വാക്കുകൾക്ക് ചലനത്തെ വിളിച്ചു വരുത്താൻ കഴിയും. ഞാൻ പ്രവചിക്കുക, ഇനിയും നിന്റെ വിഷയം ചലിക്കാതിരിക്കാൻ പറ്റത്തില്ല. ചിലരെ ദൈവം നോക്കി പറയുക, അനിപ്പാഷ പ്രസംഗിച്ചാൽ ചലിക്കത്തില്ല, പക്ഷെ ദൈവം ശബ്ദിച്ചാൽ ഗ്ലോറി ഗ്ലോറി. നോക്കിയേ, മുമ്പ് ഇവിടെ പ്രസംഗിച്ച് കേട്ട നിങ്ങൾ കണ്ടോ?
ഒരിക്കലും അനങ്ങാത്ത ആ പാറ, അതിനെ അനക്കാൻ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ ഉരുണ്ടു മാറേണ്ടതെല്ലാം ഉരുണ്ടു മാറിയേ പറ്റൂ. അഴിഞ്ഞു മാറേണ്ടതെല്ലാം കൃപ വ്യാപരിക്കട്ടെ. ദൈവകൃപ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്ക. നീ കേൾക്കാൻ പോവാ ചലനത്തിന്റെ വാർത്ത, ചലിച്ചതിന്റെ വാർത്ത. നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ, മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്ക് മതിയെനിക്ക്. നിങ്ങൾക്ക് ഉള്ളിൽ ബോധ്യം വരുന്നുണ്ടോ? ഞാൻ ഏതെങ്കിലും ഒരു വാക്യം ബൈബിളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതല്ല. എന്നോട് കഴിഞ്ഞ 2 ദിവസമായി വെള്ളിയാഴ്ച രാവിലെ മുതൽ ഈ വാക്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരു ചലനം നടക്കണം? എത്ര പേർ പ്രതീക്ഷിക്കുന്നുണ്ട്? എൻ്റെ വിഷയമല്ല സാംജിയുടെ വിഷയം, സാംജിയുടെ വിഷയമല്ല മോൻ്റെ വിഷയം, ആ വിഷയമല്ല നിന്റെ വിഷയം. പക്ഷെ എന്നോട് ദൈവം പറയാ, പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ നിന്റെ വിഷയത്തെ ചലിപ്പിക്കുന്നത് മനുഷ്യകരമല്ല, ദൈവശബ്ദമാണ്. ഇങ്ങനെ കിടക്കത്തെ ഉള്ളെന്ന് പറഞ്ഞ വാക്കിന്ന് ക്യാൻസൽ ആകും. നീ ഇങ്ങനെ കിടക്കത്തെ ഉള്ളൂ, നീ വെറുതെ പ്രാർത്ഥിക്കാൻ പോയതാ, നീ ഇങ്ങനെ കിടക്കത്തെ. നോ നോ നോ. കേട്ടോ, ചിലരുടെ അന്തരാത്മാവിലെ കൃപ വ്യാപരിക്കുക. ഞാൻ നിങ്ങളെ ഇളക്കാൻ പ്രസംഗിക്കുവല്ല, നിങ്ങളുടെ ഉള്ളിൽ ഈ ദൂത് സ്പാർക്കാകുന്നുണ്ട്. യേശുവിന്റെ നാമത്തില് നിശ്ചലമായി കിടക്കുന്ന ഒരു കാലമുണ്ടെങ്കിൽ ചലിക്കുന്ന ഒരു കാലമുണ്ട്. Glory to God. Glory to God. ഞാൻ ആത്മാവിൽ കാണുകയാ, ദൈവം അനുവദിച്ച ചില ദിവസത്തിനകം ആ വിഷയം ചലിച്ച കാര്യം നീ കേൾക്കാൻ പോവാ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണുക അവൻ എഴുന്നേറ്റ്. ഈ ദൈവത്തിന്റെ പ്രത്യേകത, ജീസസ്, നീ അതമ്പതിച്ച് കിടക്കുന്നു എന്ന് കണ്ടവര് കാണുകയാ ചെയ്യാൻ പോകുന്നു. അവർ കാണുക. ഉടനെ അവർ കാണുക അവൻ എഴുന്നേറ്റു. താൻ കിടന്ന കിടക്ക എടുത്ത്. എഴുന്നേറ്റ് ചുമ്മാ പോയില്ല, ഇന്നലകളിൽ തന്നെ ബന്ധിച്ചിട്ട കിടക്ക താൻ ഇങ്ങെടുത്തു. എന്തിനാണെന്നറിയാമോ? നാട്ടിൽ സാക്ഷിയാകാൻ പോവുക. വിശ്വാസം ഉണ്ടോ നിനക്ക്? ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വാക്കിന്റെ ശക്തി ഭയങ്കരമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ ബൈബിളിൽ എഴുതിയേക്കുന്ന ഒരു ദൂത് കേട്ടണം. അവൻ തന്നെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. ഇന്ന് പകൽ ദൂരങ്ങൾ ദേശത്തിലോട്ട് വചനം അയക്കുക. നിന്റെ സന്തതി ഇരിക്കുന്നിടത്തേക്ക് വചനം ചലനമുണ്ടാക്കുക. സ്തോത്രം, സ്തോത്രം. നിന്റെ ഉള്ളിൽ തോന്നുന്നില്ലേ എന്തോ ഒരു ചലനം നടക്കാൻ പോവുക യേശുവിന്റെ നാമത്തില്? അത് വിശ്വാസ കണ്ണൽ എത്ര പേർ കാണുന്നുണ്ട്? സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വലിയ വിടുതലാ. ആ റെഡ് ഷർട്ട് ഇട്ട് അങ്കിൾ ഒന്ന് കൈവക്കാവോ? അങ്കിളിന്റെ അടുക്കൽ ദൈവം വന്ന് നിന്നോണ്ട് പറയുക, ലോർഡ്, നിശ്ചലമായ പലതിനെയും നിന്റെ ലൈഫിൽ ദൈവം ചലിപ്പിക്കാൻ പോവുക. ഇന്ന് തൊട്ട് 29 ദിവസത്തിനകം ഈ ആരാധനയുടെ നടുവിൽ കേട്ട ശബ്ദം നിന്നോടായിരുന്നെന്ന് നിനക്ക് ഉറപ്പ് വരുന്ന അടയാളങ്ങൾ നിന്റെ വീടിനോട് ബന്ധപ്പെട്ട്, നിന്റെ തലമുറയോട് ബന്ധപ്പെട്ട്, നിന്റെ കുടുംബത്തോ യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ദൈവ സാന്നിധ്യം വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ എഴുതിയിട്ടോ, നിന്റെ വിഷയം ചലിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ആരുടെയൊക്കെ അടുക്കൽ ദൈവമെന്ന് തൊട്ടോണ്ട് പറയുക, വിഷമിക്കണ്ട, അത് ചലിക്കും. വിഷമിക്കണ്ട. യെസ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്.
ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടി വീണരാ തന്നടി വീണരാ തന്നടി വീണരാ എനിക്കു സൗഖ്യം. തന്നടി വീണരാ തന്നടി വീണരാ തന്നടി വീണരാ എനിക്കു സൗഖ്യം. ഈ ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമി കൂടെ പോകുമ്പം എവിടെ എത്ര നാൾ പാർക്കണം, എവിടെ എത്ര നാൾ പാർക്കണം എന്നൊരറിയിപ്പും ഇല്ല. അപ്പം ദൈവം മോശയോട് പറയുക, നീ ഒരു സ്ഥലത്ത് എത്ര നാൾ പാർക്കണം, അടുത്ത സ്ഥലത്തേക്ക് എപ്പോൾ ഷിഫ്റ്റ് ആകണമെന്ന് കലണ്ടറിൽ ഒന്നും മാർക്ക് ചെയ്യണ്ട. നീ ഇറങ്ങി നോക്കണം, കൂടാരത്തിൻ്റെ മേളിൽ നിന്ന് മേഘം ചലിക്കാൻ തുടങ്ങിയാൽ നീയും ചലിച്ചോണം. ഒരാമയും വരുന്നില്ല. എന്നോട് ദൈവാത്മാ പറയും, ആരുടെയൊക്കെയോ ചില പാർപ്പിടങ്ങൾ ഷിഫ്റ്റ് ആകാൻ പോവുക. ആരുടെയൊക്കെയോ ചില ഞാൻ കാണുന്ന ആ ചലനം മേഘത്തിലുണ്ട്. മേഘം എന്ന് പറഞ്ഞ ദൈവ സാന്നിധ്യം. പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവം സംസാരിക്കുക. ഈ ഞാൻ പ്രസംഗിക്കുന്ന ചലനം മനുഷ്യന്റെ കരത്താൽ നടക്കുന്ന ചലനമല്ല. ഞാൻ ഇനി ഒരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്, ദൈവം ചെയ്യുന്ന കാര്യമുണ്ട്. സ്തോത്രം. നിന്റെ മുഴുവൻ കഴിവ് കൊണ്ട് നീ ചെയ്തു കഴിഞ്ഞു. ദൈവം പറയാ, ഇനി നീ മിണ്ടാതിരുന്നോ, ഇനി ഞാനാ ചെയ്യുന്നേ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചിലരോട് ദൈവാത്മാ പറയാം, നീ മൂവ് ചെയ്യേണ്ട സമയമായി. നിന്റെ നിശ്ചലാവസ്ഥ പൊട്ടാൻ സമയമായി. നിന്റെ കണ്ണുകൊണ്ട് നീ കാണും മേഘം ചലിക്കുന്നു. ആരാധിക്കുന്ന ചിലരോടാ ദൂത്, ഈ വചനം കേൾക്കുന്ന ചിലരോടാ ദൂത്, നിന്റെ മേഘം ചലിക്കാൻ. യേശുവിന്റെ നാമത്തില് സ്തോത്രം. നമ്മൾ അല്പം കൂടെ ഗഹനമായിട്ട് ഈ ദൂതിലോട്ട് പോകാം. അടുത്തിരിക്കുന്ന ആളെ എന്ന് തൊട്ടേച്ച് പറ, ദൈവശബ്ദം ചലനമുണ്ടാക്കുന്നതാണെന്ന് പറ. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇന്ന് രാത്രി നിങ്ങൾക്കറിയാമോ, മാർത്തയും മറിയം വിളിച്ചത് ചോദിച്ചേ, ദൈവശബ്ദം ചലനം ഉണ്ടാക്കുവോ? അവര് പറയും ഉണ്ടാക്കുവോന്ന്. മരിച്ച് നാറ്റം വെച്ച് 4 നാളായാലും ആ ശബ്ദത്തിന് മരിച്ചതിൻ്റെ മരണത്തിൻ്റെ മാറ്റം മാറ്റി ജീസസ് ജീവനോടെ പുറത്തെടുക്കാൻ ആ ശബ്ദത്തിന് കഴിയും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഗുഹയ്ക്കകത്ത് ശബ്ദം കയറിയ പോലെ ഇന്ന് മനുഷ്യന് കയറാൻ കഴിയാത്തടത്ത് ദൈവശബ്ദം കയറാൻ പോവുക. ചിലരുടെ അന്തരാത്മാവില് ആ ദൂത് മുഴങ്ങുകയാ. ഇത് ദൈവശബ്ദം നിങ്ങൾ കയറുകയാ. ഞാന് ലോർഡ് എവിടൊക്കെയോ ചില ചലനങ്ങൾ നീ ഒരിക്കലും ചലിക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയം രാജ്യങ്ങൾക്കപ്പുറത്ത് ലോർഡ് നിന്റെ സന്തതിക്ക് വേണ്ടി ചലിക്കാൻ പോവാ. ചോദിക്കോ, ചില നിയമങ്ങളെ അവരെ തമ്പുരാൻ മറിച്ചിടും. നിനക്ക് വേണ്ടി നിയമങ്ങളെ മാറ്റി എഴുതും. നിന്നോട് നീതി കാണിക്കാൻ പോവാ ദൈവം. ഒരു അബ്രഹാമിനെ ഓർത്തപ്പോൾ ഒരു ലോത്തിന് വിടുതൽ വന്നെങ്കിൽ ഇന്ന് പകൽ നിന്നെ ചലിച്ചേ പറ്റൂ. ഇന്ന് ചലിച്ചേ പറ്റൂ. യേശുവിന്റെ നാമത്തിൽ നിന്നെ കുരുക്കിയ കുരുക്ക് അപ്പം ദൈവശബ്ദത്തിന് ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഓടിപ്പോകുന്നത് അപൂർവ കാര്യം എന്ന വിഷയത്തിലോട്ട് വരാൻ പോകുന്നത്. ഈ ദിവസങ്ങളിൽ നിനക്കൊരു അപൂർവ കാര്യം നടക്കാൻ പോവാ. അവിടോട്ട് വരാൻ പോകും. കർത്താവിന്റെ സ്തുതി. അപ്പം ദൈവശബ്ദം ഒരുവന്റെ സ്ഥിതി മാറ്റും. ഇനി ഇച്ചിരൂടെ കയറി പറഞ്ഞാൽ പ്രാർത്ഥന ഒരുത്തൻ്റെ സ്ഥിതി മാറ്റും. മുമ്പ് ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത പോലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ വിടുതൽ നിങ്ങളുടെ കയ്യിൽ തന്നെയായിരിക്കുന്നത്. ലോർഡ്, നിങ്ങളുടെ ഉത്സാഹവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സമർപ്പണവും നിങ്ങളെ വിടുതലെത്തിക്കും. ഒരാമയും പറഞ്ഞാട്ടെ.
ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ ഉത്സാഹവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ഉപവാസവും നിങ്ങളെ വിടുതലെത്തിക്കും. മാക്സിമം യോഗങ്ങൾ നമ്മൾ ചർച്ച വെക്കുന്നുണ്ട്. എന്തിനാ? ഒരു 10 ദിവസത്തെ അകലം പോലും അല്ലെങ്കിൽ 1 മാസത്തെ അകലം പോലും ഇല്ലാത്ത സ്ട്രോങ് ഫാസ്റ്റിങ്ങുകൾ 7 hours 12 hours ഒക്കെ വെക്കുന്നത് എന്തിനാണെന്നറിയാമോ? നീ ആ സ്പിരിച്വൽ ടച്ച് വിട്ടുപോകാതിരിക്കാനാണ്. ഒരാഴ്ച 3 യോഗം ചർച്ച വെക്കുന്നത് എന്തിനാ? നിന്റെ ആ സ്പിരിച്വൽ ടച്ച് പോകാതിരിക്കാൻ വേണ്ടിയാ. എവിടെങ്കിലും വീണാൽ ആ യോഗം നിന്റെ ജീവിതത്തെ മാറ്റും. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായി ചിന്തിക്കാം. അപ്പം പ്രാർത്ഥന സ്ഥിതി മാറ്റും. എന്തുവാ പ്രാർത്ഥന? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഏത് വിഷയത്തിനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, ഉടനെ സ്ഥിതി മാറും. നീ ഇതുവരെ കാണാത്തൊരു അത്ഭുതം നിന്റെ വീടിനകത്ത് കാണാൻ പോവുക, ഒരു അപൂർവ കാര്യം കാണാൻ പോവുക. നോക്കിയേ, ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം പറയാം. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ഒരാമയും വരുന്നില്ല എന്ന് പറഞ്ഞ പ്രാർത്ഥന സ്ഥിതി മാറ്റും. യബേസ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം തൻ്റെ സ്ഥിതി യഹോവ മാറ്റി. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, സ്ഥിതി മാറാൻ സമയമായി. അപ്പൊ സ്ഥിതി മാറ്റുന്നത് ദൈവശബ്ദമാണ്, സ്ഥിതി മാറ്റുന്നത് പ്രാർത്ഥനയാണ്. ഒന്നുകൂടെ പറയാം, സ്ഥിതി മാറ്റുന്നത് ദൈവസ്പർശനമാണ്. യാക്കോബിനെ തമ്പുരാൻ കയറി തൊട്ടു. എപ്പോൾ? പ്രയറിൽ തൊട്ടപ്പോൾ എന്ത് ചെയ്തു? അവന്റെ സ്ഥിതി മാറി. യാക്കോബ് ഇസ്രായേലായി. ഓ ഗ്ലോറി! വിശ്വാസമുണ്ടോ? ഈ ദിവസങ്ങളിൽ ദൈവസ്പർശനം നിന്നെ തൊടുമ്പോൾ യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച രണ്ട് കൈയും, രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചൊന്ന് വീശി ഹല്ലേലൂയ. മുഴുവൻ പേരുടെ ഹല്ലേലൂയ വെളി വരട്ടെ. യെസ്, ഹല്ലേലൂയ. ആ കൈ ഉയർത്തി വീശി ഹല്ലേലൂയ. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ ദിവസങ്ങളിൽ ചില മേഖല ചലിച്ചേ പറ്റൂ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളോട് മാത്രമല്ല, പ്രസംഗിക്കുന്ന എന്നോട് ദൂതുണ്ട്, ഈ ദിവസങ്ങളിൽ ചലിക്കും. വിശ്വാസമുണ്ടോ നിനക്ക്? ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിന്നോട് ഞാൻ പ്രവചിക്കുക, ഈ ദിവസങ്ങളിൽ ഒരു ചലനങ്ങൾ നടക്കും. അത് നിന്റെ സ്ഥിതി മാറ്റുന്ന ചലനമാ. നിന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പോവുക. ഏത് അവസ്ഥ നിന്നെ ബന്ധിച്ചോ ആ കിടക്ക നീ എടുക്കും. നിന്റെ രോഗക്കിടക്ക മാറ്റി വിരിക്കട്ടെ, നിന്റെ സ്ഥിതി മാറ്റി എഴുതട്ടെ, നിന്റെ വിധി മാറ്റി എഴുതട്ടെ. യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും.
ഓക്കെ, ഇവന് കിടക്കയെടുത്ത് പ്രധാന ഭാഗത്തോട്ട് വരിക. നിങ്ങൾ അതിനകത്ത് ഇവൻ കിടക്കയെടുത്ത് എല്ലാവരും കാങ്കെ. നിങ്ങൾ കിടക്കയെന്ന് പറഞ്ഞാൽ ചിന്തിക്കരുത്. സ്വതന്ത്രം നമ്മുടെ വീട്ടിലെ ഇപ്പോഴത്തെ അവൻ വലിയ കട്ടിലല്ല കേട്ടോ. സ്വതന്ത്രം അന്നത്തെ കട്ടില് ചാക്കുകെട്ടില്ല എന്ന് പറഞ്ഞാൽ 2 സൈഡിൽ 2 തടി കഷ്ണം അതേ ഇങ്ങനെ ചാക്കിട്ടേക്കുക, ക്രോസ് ആയിട്ട് വെക്കുക. ആവശ്യമുള്ളവിടെ ചെല്ലുമ്പോൾ നൂത്ത് വെക്കും, അങ്ങോട്ട് കിടത്തും. അത്രയും കട്ടില്ല. നോക്കിയേ, എന്ന് പറഞ്ഞാൽ ആ കട്ടിൽ ചുരുട്ടി ആ കമ്പ് തോളെ വെച്ചോണ്ട് ഇന്നലകളിൽ എടുത്തോണ്ട് പോകുന്ന വഴി കൂടി വന്ന് നടന്നു പോവുക. ഇത് കണ്ട ജനം പറയുക, നാം ഇന്നൊരു അപൂർവ കാര്യം. ഓ, നിങ്ങളുടെ ഇനി ഞാൻ പറയുന്ന ദൂത് എൻ്റെ കൂടെ നിങ്ങൾ ചേർന്ന് വരണം. ഞാൻ വചനത്തിനകത്ത് നിന്നുകൊണ്ട് ആ വെളിപ്പാട് പറയുന്നേ. ഈ ദിവസങ്ങളിൽ നിന്റെ കണ്ണ് കൊതിക്കണം ഒരപൂർവ കാര്യം നിന്റെ ലൈഫിൽ നടക്കാൻ. എന്ന് പറഞ്ഞാൽ അപൂർവ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥം അത്ഭുതകരമായ ഒരു കാര്യം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നിന്റെ സന്തതിയുടെ വിഷയത്തിൽ ഒരത്ഭുതം നടക്കാൻ പോവുക? ആ പദം തന്നെ പറയാം, ഒരു അപൂർവ കാര്യം. യേശുവിൻ്റെ നാമത്തിൽ റബ്ദൽ കൗഡ് അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, ഒരു അപൂർവ കാര്യങ്ങൾ. യെസ്, ഓ യേശുവിൻ്റെ നാമത്തിൽ ഒരു അപൂർവ കാര്യം. ഇന്നത്തെ ഡേറ്റ് എഴുതിയിടണം. എന്നിട്ട് ഇന്ന് രാത്രി ഉറങ്ങുമ്പോഴും പറയണം, നാളെ രാവിലെ ഒരു അപൂർവ കാര്യം. ഓ, മനുഷ്യന്റെ കൈകൾക്ക് ചെല്ലാൻ കഴിയാത്തിടത്ത് മനുഷ്യന്റെ ശബ്ദങ്ങൾക്ക് ചെല്ലാൻ കേട്ടോ. ചിലരുടെ ഉള്ളിൽ ആ ദൂത് അതുപോലെ പതിയുക. കർത്താവേ, ഒരു അപൂർവ കാര്യം. യെസ്, ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ചിലര് പറഞ്ഞില്ലയോ നിന്റെ വീട്ടിൽ ഒന്നും നടക്കത്തില്ല. ദൈവം പറയാം, അല്ല, നടക്കാൻ പോവുക ഒരു അപൂർവ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാലേ അച്ഛാ, ആ ബ്ലൂ ഷർട്ട് ഇട്ട് അച്ഛൻ ഒന്ന് കൈവെക്കാവോ? അങ്കിള് ഒന്ന് കൈവെക്ക്. എന്നോട് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഈ വചന അഗ്നി കൊണ്ട് എഴുതി കാണിക്കുക എന്നെ. എന്നിട്ട് പറയാം, ഒരു അപൂർവ കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ നടക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഏറെ വിഷമിപ്പിക്കുന്ന വിഷയത്തിൽ ഒരു അപൂർവ കാര്യം. യേശുവിൻ്റെ പറയും, കൈ പിടിച്ചോടിച്ചെങ്കിൽ ബ്രദറെ, എന്നോട് ദൈവത്തെ ആത്മാവ് പറയുക, അല്പ ദിവസത്തിനകം ഒരു ചലനം നടക്കും. നിശ്ചലമായതൊക്കെ ഇന്ന് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുക, ഒരു ചലനം. ബ്രദറെ, ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഒരു ചലനം. ഓ, ഞാൻ വീണ്ടും പറയാം, ആമീൻ. ലൈവായി ചിലത് കാണാൻ പോവുക, ലൈവായി. യെസ്, ചിലരെ പരിശുദ്ധാത്മാവ് തൊടുക, ചിലരെ യെസ്. ആ കറുത്ത ഷാളിട്ട മോളെന്ന് കൈവെക്കാമോ? നിന്റെ അടുക്കൽ യേശു വന്ന് നിൽക്കുക. എന്നിട്ട് നിന്നോട് പറയാൻ പറഞ്ഞു, ജീസസ് നിനക്ക് വേണ്ടി തമ്പുരാൻ ചില പേപ്പറിന്റെ മേൽ കയ്യൊപ്പിടുക. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവേ, എന്താണ് ആ കയ്യൊപ്പ്? ദൈവനോട് സംസാരിച്ചു, ജീസസ് ഇവിടെ ജീവിതത്തിൽ മുന്നേറ്റത്തിനുള്ള സൈൻ ഇന്ന് പരിശുദ്ധാത്മാവ് വിടുക. യേശു ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, ഒരു ചലനം നടക്കും. നീ നടക്കത്തില്ലെന്ന് ഇന്നലെ രാത്രിയിലും സംസാരിച്ച വിഷയം ഇന്ന് നടക്കുമെന്ന്. അടുത്ത് നിൽക്കുന്ന ആളെ ശ്രദ്ധിക്കണ്ട. നീ അത്ഭുതം കാണാൻ വിളിക്കപ്പെട്ടവരാ. കാരണം അന്ധകാരത്തിൽ നിന്നെ വിളിച്ചത് എവിടോട്ടാ? അത്ഭുത, അത്ഭുത പ്രകാശത്തിലേക്കാ. ഇന്ന് ദൂത് കേട്ടോണ്ടിരിക്കുമ്പോ പറ, ഒരു ചലനം നടക്കും. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പാരനെ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പാരനെ. നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങു പോയി വസിക്കും. നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾ. എല്ലാവർക്കും അറിയാമല്ലോ, ചേർന്ന് പാടിക്കേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ആദരിപ്പാനാലുവേ. നീയല്ലാതില്ല ആദരിപ്പാനാലുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള. ചില ശരീരത്തിൽ നിന്ന് രോഗം വിട്ടുപോകുന്നു. നിന്റെ രോഗമുള്ളിടത്ത് നീ കൈവച്ചൊന്ന് ശാസിച്ചോ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു. ഇന്നും എന്നും കൂടെയുണ്ട് ഉള്ള വാക്കു തന്നവൻ. ഇന്നും എന്നും കൂടെയുണ്ട് ഉള്ള വാക്കു തന്നവൻ. നീയല്ലോ ഞങ്ങൾക്കുള്ള
എന്നെ ദൈവം കാണിക്കുന്നു വോക്കൽ കോഡുമായി ബന്ധപ്പെട്ട് കൂടെ നീർക്കെട്ട് വരുന്ന, അതായത് സംസാരിക്കുന്ന ഭാഗത്ത് കൂടെ നീർക്കെട്ട് വരുന്ന ഒരാളുണ്ട്. അത് കുറെ വർഷമായി തുടങ്ങിയിട്ട് ഇപ്പോൾ നിന്നെ കർത്താവ് ഹീലാക്കും. ഞാൻ ആത്മാവിൽ കാണുക, ഇന്ന് ചിലരുടെ ശരീരത്ത് വലിയ സൗഖ്യങ്ങൾ നടക്കും. യേശുവിൻ്റെ നാമത്തിൽ കുഷ്ഠം നിറഞ്ഞവനെ ആരോഗ്യം നിറഞ്ഞവനാക്കുന്ന ദൈവശക്തി. യേശുവിനെ രോഗം നിറഞ്ഞ ശരീരങ്ങളെ ആരോഗ്യമുള്ള ശരീരമാക്കുന്ന ദൈവശക്തി. ചിലർക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ഇന്ന് സൗഖ്യമാകുമെന്ന്. വേറെ ആരും പ്രസംഗിക്കണ്ട, ജീസസ് ജീസസ്, വേറെ ആരും തലേ കൈവെക്കണ്ട, പക്ഷെ നിനക്കറിയാം സൗഖ്യമാകും. ഒന്ന് മനസ്സിൽ പറഞ്ഞ ഒരു അപൂർവ കാര്യം ഒന്ന് പറഞ്ഞ, ഒരു ആ കറുത്ത ഷാളിട്ട മോളൊന്ന് കൈ നോക്കിക്കേ. ഇപ്പൊ തിരിഞ്ഞു നോക്കിയ മോള് ഒന്ന് കൈ ഇങ്ങനെ നോക്കി. നിനക്ക് മനസ്സിലായെന്നറിയാനാ കർത്താവ് നിന്നെ നോക്കി പ്രവചിക്കുക. നിന്റെ ലൈഫിൽ ഒരു അപൂർവ കാര്യം ഉടനെ നടക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് പോലും നീ എന്തോ ഒരു കാര്യത്തിൽ ഒന്ന് സ്റ്റക്കായിരിക്കുക, നിന്നെ ഒന്ന് ചലിപ്പിക്കാൻ പോവാ പരിശുദ്ധാത്മാവ്. ജീസസ് ആ സ്റ്റക്കായ മേഖലയിൽ റിലീസായിട്ട് അടുത്ത 74 ദിവസത്തിനകം ലോർഡ് ഒരു അപൂർവ കാര്യം നടക്കുന്നു എന്നതിൻ്റെ അടയാളം. എന്നെ ദൈവാത്മാവ് ഇവിടെ പൊതുവിൽ ഒരു 74 എന്നൊരു നമ്പർ കാണിക്കുക. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, എന്തോ 74 ദിവസത്തിനകം എന്തൊക്കെയോ ചില ഷിഫ്റ്റ് നടക്കുക. ചിലര് പാർപ്പിടങ്ങൾ മാറാൻ പോവുക, ചിലര് രാജ്യങ്ങളിലേക്ക് ഷിഫ്റ്റ്. കൃപ മനസ്സിനകത്ത് പറഞ്ഞ ഒരു അപൂർവ കാര്യം നടക്കും. നിനക്കെന്ന് പറയാനുള്ള ദൂത് പറയുക. എന്താ നടക്കും എന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞ ഒരു അപൂർവ സാംജി പറയുന്ന ഞാൻ കേട്ടെ. അങ്ങോട്ടൊന്ന് പറ, ഒരു അപൂർവ കാര്യം. ഒന്ന് പറ മോനെ, ഒരു അപൂർവ കാര്യം. യേശു അപൂർവ കാര്യം ഒന്ന് പറഞ്ഞില്ല, ഒരു അപൂർവ കാര്യം. ആയിരക്കണക്കിന് ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗത്തും നമ്മളോട് ചേരുക. ഒരു അപൂർവ കാര്യം. ഇന്ന് പ്രയർ ആശീർവാദം പറയുന്നതിന് മുമ്പ് യെസ്, അവിടെ ആ വെള്ള ഷാളിട്ട് നിൽക്കുന്ന സിസ്റ്ററുടെ കൈവോക്കിക്കേ. ആ സിസ്റ്റർ തന്നെ അല്ല, പറയ്. നിങ്ങളുടെ അടുക്കൽ ദൈവം വന്ന് നിൽക്കുക. എന്നിട്ട് കർത്താവ് നിന്നോട് പറയുക, ഒരു അപൂർവ കാര്യം നിന്റെ വീട്ടിൽ നടക്കാൻ പോവുക, നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോവുക. നിനക്ക് പോലും ഇതിനകത്തൂടെ ദൈവദൂതന്മാർ ഇറങ്ങി നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. ഇതിനകത്തൊരു ഏഞ്ചലിക് മിനിസ്ട്രി. യേശുവിന്റെ നാമത്തിൽ വിശുദ്ധിയിൽ നിൽക്കുന്നവരെ, പ്രാർത്ഥനയിൽ നിൽക്കുന്നവരെ, നിങ്ങൾക്ക് മനുഷ്യ സ്പർശനമല്ല വേണ്ടത്, ദൈവസ്പർശനം. നിന്റെ വീട്ടിലിരിക്കുന്ന മോളെ സ്പർശിക്കാൻ പോവാ, അവിടെ മടി പൊട്ടാൻ പോവാ, അവിടെ ഉഴപ്പ്. കൃപ യാക്കോബിനെ തൊട്ടവൻ നിന്റെ സന്തതിയൊക്കെ ഉറങ്ങല്ല, ഉണർന്നിരിക്കണ യോഗത്തില്. അടുത്തിരിക്കുന്ന ഉറങ്ങുന്ന തൊട്ടച്ച് പറ, ഉണർന്നിരിക്കാൻ പറ യേശുവിന്റെ നാമത്തിൽ. യെസ് എന്നാ സ്തോത്രം പറയാം. നാവിന്റെ കെട്ടപ്പെട്ട് കിടക്കുവാന്നോ, നല്ലൊരു സ്തോത്രം നാവ് കൊണ്ട് പറഞ്ഞ് പിശാച് നിന്റെ സ്തോത്രത്തെ ബന്ധിച്ചേക്കുക. നീ സ്തോത്രം പറഞ്ഞ വിടുതല യേശുവിന്റെ നാമത്തിൽ. യെസ്, നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം. ഒരു അപൂർവ കാര്യം, നമ്മളൊരു അപൂർവ കാര്യം കണ്ടു. ഒരു നല്ല ഹല്ലേലൂയ. അപൂർവ കാര്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? അത്ഭുതകരമായ കാര്യം. സ്തോത്രം. ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറ, ഞാൻ ഈ ദിവസങ്ങൾ ഒരു അപൂർവ കാര്യം കാണും, ഒരു അത്ഭുതകരമായ കാര്യം കാണും. 136 സങ്കീർത്തനം 4-ാം വാക്യം എന്താ പറയുന്നത് കേൾക്കണേ? അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാ അവൻ. ഒന്ന് പറഞ്ഞ ഏകനായി, അവൻ ഏകനായി. അല്ലെ 136-4 ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന്. ആരാ ഏകനായി മഹാത്ഭുതങ്ങളെ? ജീസസ്. ഇന്ന് പിടിക്കുന്ന ചിലരോട് പറയാ, ഒരു മനുഷ്യകരം വേണ്ട, ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. ഇന്ന് പോകുമ്പോൾ നിന്റെ ഒരു കൈ വരിക, ആ കരം ആരാന്നറിയാമോ? ഏകനായി മഹാത്ഭുതങ്ങളെ. ഞാനൊരു ചോദ്യം ചോദിക്കുക. എന്നെ ദൈവത്തിന് സ്വന്തം, എന്നെ ആരും വിമർശിച്ചാൽ എനിക്കൊരു പേടിയില്ല. ഞാൻ ചോദിക്കുക, എത്ര പേർക്ക് ധൈര്യമുണ്ട് ദൈവം ഒരു അപൂർവ കാര്യം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് പറയാൻ? ഈ ആഴ്ച മുഴുവൻ പ്രാർത്ഥിക്കുവാൻ നിന്റെ വീട്ടിലൊരു അപൂർവ കാര്യം നടക്കട്ടെ. നിന്റെ സന്തതിയുടെ പേര് പറഞ്ഞ ചപ്പറത്ത് എഴുതണം, ഒരു അപൂർവ കാര്യം.
ഓ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങളെ ആരെങ്കിലും പേടിപ്പിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പേടിക്കരുത്. അപ്പം നിങ്ങളെ പേടിപ്പിക്കാൻ വരുന്നവൻ നിങ്ങളെ പേടിക്കണം. തിരിച്ചു വാക്കുവാദം അടിച്ചല്ല, അനുഭവം കൊണ്ട് അറിയണം. പ്രാർത്ഥിക്കുന്ന ഹന്നായെ ഒതുക്കാൻ പെനീന എഴുന്നേറ്റു. പക്ഷെ ഹന്ന മറുപടി പറഞ്ഞില്ല. പക്ഷെ ദൈവം മറുപടി കാണിച്ചു കൊടുത്ത് പെനീനയുടെ വായടയ്ക്കാൻ. ഈ ദിവസം നിന്റെ എതിരാളിയുടെ വായ കണ്ടോ. യെസ്, ആരുടെ ഉള്ളിൽ അഗ്നി വ്യാപരിക്കുക, ആരുടെ ഉള്ളിൽ അഗ്നി. യെസ്, ഓ പ്രാർത്ഥിച്ച ഒരു അപൂർവ കാര്യം. നിന്റെ ഫയല് നടക്കത്തില്ലെന്ന് പറഞ്ഞു, പക്ഷെ ഒരു അപൂർവ കാര്യം. ഈ നമ്മൾ തന്നെ നോക്കിച്ച് പറയാം നടക്കാനൊരു സാധ്യതയില്ല. പക്ഷെ കർത്താവ് പറയാം നീ പേടിക്കണ്ട, ഒരു അപൂർവ കാര്യം. ജനം പറയുക ഞങ്ങൾ ഇന്ന് ഒരു അപൂർവ കാര്യം. ആമി ഒന്ന് നെഞ്ചത്ത് വെച്ചാൽ ഞാനും ഒരു അപൂർവ കാര്യം എന്ന് കാണാൻ പോവാ എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് ചിലത് നീ കാണും. വിശ്വാസമുള്ളവർ രാമിയും പറഞ്ഞാട്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പുറപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം നമുക്കൊന്ന് വായിക്കണം. കർത്താവിന് സ്തോത്രം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കണം. കർത്താവിന് സ്തോത്രം. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാർ. ഞാൻ ഈ മെസ്സേജ് നിർത്താൻ നേരത്തെ ഒരു കാര്യം പറയാം. ദൈവം നിനക്ക് വേണ്ടി ഒരു അപൂർവ കാര്യം ഈ ദിവസങ്ങളിൽ ചെയ്യും. അതൊരു പക്ഷേ നാളെ ആയിരിക്കാം, ഒരാഴ്ച കഴിഞ്ഞായിരിക്കാം. പക്ഷെ ഈ അടുത്ത ചില ദിവസങ്ങൾക്കകം, മാസങ്ങൾക്കകം, ആഴ്ചകൾക്കകം നിന്നെ സങ്കടപ്പെടുത്തിച്ച വിഷയത്തിന്റെ ചലനം നിനക്ക് കാണാം. ഒരു അപൂർവ കാര്യം. കർത്താവെ പ്രവർത്തിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ ഒരു അപൂർവ കാര്യം എനിക്ക് കാണണം. എൻ്റെ കുടുംബത്തിനകത്തൊരു ചലനം നടക്കണം. അമ്മ ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുടുംബത്തിനകത്തൊരു അത്ഭുതം നടക്കണം. അവിടെ എഴുതിയിരിക്കുക യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ. ഒരാമി നമ്മൾ ആരാധിക്കുന്ന ദൈവം സ്തുതികളിൽ ഭയങ്കരനാണ്. ഒരാമയും പറഞ്ഞില്ല. എസ്രാ പുരോഹിതൻ പണ്ട് യഹോവ വലിയവൻ എന്ന് പറഞ്ഞപ്പോൾ ജനമെല്ലാം കൂടെ കൈ ഉയർത്തി ആമീൻ എന്ന് പറഞ്ഞേച്ച് വീണ് നമസ്കരിച്ചെന്നാ ബൈബിൾ. ഇന്ന് പകൽ വിശുദ്ധിയിൽ ഭയങ്കരനെ, ദൈവം മഹിമയുള്ളവനെ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യൻ ആർ. നിങ്ങളെ മനസ്സിനകത്ത് ഞാൻ ഒത്തിരി ഭാഗങ്ങളിൽ പോകുന്നില്ല. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഒരു 5 മിനിറ്റ്. ചില രോഗത്തിൻ്റെ പിമ്പിൽ, ചില തടസ്സത്തിൻ്റെ പിമ്പിൽ, ചില നിശ്ചലാവസ്ഥയുടെ പിന്നിൽ പാപമാണെങ്കിൽ ഇന്നേറ്റ് പറയണം. നിനക്ക് പാപക്ഷമ നടന്നു കഴിഞ്ഞാൽ അടുത്ത് നടക്കുന്ന കാര്യം നിനക്ക് വേണ്ടി യേശു ശബ്ദിക്കും. അമ്മി ഒരു ദൈവത്തിൻ്റെ ധൈര്യം എന്നാണെന്നറിയോ? നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല, പക്ഷെ നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ദൈവമുണ്ട്. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടച്ചോറ, എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ദൈവമുണ്ടെന്ന് പറ. ജീസസ്. ഒരിക്കൽ നമ്മുടെ ചർച്ച വരുന്ന സ്തോത്രം ഒരമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററേ മോനൊരു ചെറിയ അബദ്ധം പറ്റി. ഞാൻ ചോദിച്ചു എന്തുവാ? അവൻ ബൈക്ക് എടുത്തുകൊണ്ട് പോയി കൂട്ടുകാർ 2 പേരൂടെ അതേ കയറി 3 പേരെ പിടിച്ച് പോലീസ് പിടിച്ചു. സ്തോത്രം. ഭാഷയ്ക്ക് പരിചയമുണ്ട്, എവിടെയെങ്കിലും ഒന്ന് വിളിച്ചു പറയണം. നമുക്കാകെ ഒരു പരിചയമുള്ളൂ, അത് മോളിലാ. അപ്പൊ പുള്ളി ചോദിച്ചു, ആ ആൻറ്റി ചോദിച്ചു SI പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു അതിലും മേളില്ല പിടിയെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു എന്നാ പിന്നെ CA ആയിരിക്കും. ഞാൻ പറഞ്ഞു അതിലും മേളില്ല. എന്നാ പിന്നെ DYSP ആയിരിക്കും. ഞാൻ പറഞ്ഞു അതിലും മേളില്ല. എന്നാ പിന്നെ SP ആയിരിക്കും. അതൊന്നുമല്ല, മന്ത്രിയാന്ന്. ഞാൻ പറഞ്ഞു അതിലും മേളില്ല. എന്തായാലും ഒന്ന് പറഞ്ഞേക്കണേ. പുള്ളി സ്റ്റേഷനിൽ ചെന്നപ്പോ SI അമ്മയെ സ്വീകരിച്ചിരുത്തി വെച്ച് പറഞ്ഞു, പിള്ളേരെ ഇങ്ങനെ ബൈക്കും കൊടുത്ത് വിടരുത്. ഈ 3 അവന്മാരെ കുഴപ്പക്കാരില്ലെന്ന് എനിക്കറിയാം, പക്ഷേ 3നെയും പിടിച്ച് അകത്തിട്ട് സ്വതന്ത്രം ലൈസൻസും എല്ലാം കട്ട് ചെയ്യേണ്ടതാ. നിങ്ങളുടെ മുഖത്തൊരു ഐശ്വര്യം കണ്ടോണ്ട്. അപ്പൊ അവര് ചോദിച്ചു വിളിച്ചായിരുന്നോ? ആ വിളിയൊക്കെ വന്നിട്ടുണ്ട്, വിടാമെന്ന് പറഞ്ഞു. സ്തോത്രം. ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇറങ്ങി വന്നേച്ച് എന്നോട് ചോദിച്ചു, പക്ഷേ ആരായിരുന്നു വിളിച്ച്? ഞാൻ പറഞ്ഞു കൊഞ്ഞിറങ്ങിയോ മതി, അത്ര അറിഞ്ഞാൽ മതി. ഞാൻ നിന്നോടൊരു കാര്യം, നിന്റെയും എൻ്റെ ഏറ്റവും വലിയ ഉറപ്പ് എന്തുവാണെന്നറിയാമോ? നമുക്ക് മേളിലാ പിടി.
സ്തോത്രം. സഭാപ്രസംഗിലൊരു വാക്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരത്ത് പ്രസംഗിച്ചായിരുന്നു. സഭാപ്രസംഗിലെ വാക്യം, ഒരു പട്ടണത്തിൽ ഒരു ദരിദ്രന് സ്തോത്രം ന്യായം നിഷേധിക്കപ്പെട്ടാൽ നീ വ്യാകുലപ്പെടരുത്. കണ്ടോ ആ വാക്യം? സഭാപ്രസംഗിയുടെ പുസ്തകം ഒരു സംസ്ഥാനത്ത് 5-ാം അധ്യായം 8-ാം വാക്യം. ഒരു സംസ്ഥാനത്ത് ബൈബിളുള്ള എല്ലാവരും ആ വാക്യം ഒന്ന് എടുക്കണം കേട്ടോ. ഞാൻ അടപ്പിച്ച എന്നാലും ഒന്ന് എടുക്കണം. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം. ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നത് കണ്ടാൽ നീ വിസ്മരിച്ചു പോകരുത്. ഉന്നതന് മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നുണ്ട്. ഒരു പട്ടണത്തില് ഒരു ദരിദ്രനെ പീഡിപ്പിക്കുകയും നീതി ന്യായം എടുത്തു കളയുകയും ചെയ്താൽ നീ വിസ്മരിക്കരുത്. ഉന്നതന് മീതെ ഒരു ഉന്നതനുണ്ട്, അവർക്ക് മീതെ അത്യുന്നതനുണ്ട്. ഒരു ആമീൻ പറയണം. ഒന്ന് അടുത്തിരിക്കുന്നവർക്ക് പറയാം, എനിക്ക് മുകളിൽ ഒരു ഉന്നതനുണ്ട്. ഉന്നതന് മുകളിൽ വീണ്ടും ഒരു ഉന്നതനുണ്ട്. ആ ഉന്നതന്റെ മീടിൽ അത്യുന്നതനുണ്ട്. രണ്ട് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് വാ തുറന്ന, എനിക്കൊരു ഉന്നതനുണ്ട്. ഉന്നതന് മീതെ മറ്റൊരു ഉന്നതനുണ്ട്. ആ ഉന്നതന് മീതെ അത്യുന്നതൻ. കണ്ടോ? ആമീൻ പറയാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇന്ന് പകൽ നിനക്ക് ആരുണ്ടെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ നടുവില് എനിക്കൊരു ഉന്നതനുണ്ട്. നീതിയും ന്യായവും നിഷേധിക്കപ്പെട്ടാൽ നീതിയും യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. ഒരു നിമിഷം നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച്. സങ്കീർത്തനത്തിന്റെ ഭാഗത്തുണ്ട്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർക്കും, എനിക്ക് സഹായം എവിടുന്ന്? എൻ്റെ സഹായം. മോളിലോട്ട് നോക്കി കീപ്പോട്ട് നോക്കാതെ കരഞ്ഞുകൊണ്ട് നടക്കുന്നതിനോട് ഞാൻ പറയാം, നീ നോക്കുന്നത് കറക്റ്റ് സ്ഥലത്താ. കാരണം നിനക്കൊരു ഉന്നതനുണ്ട്. ഉന്നതന് മീതെ വീണ്ടും ഒരു ഉന്നതനുണ്ട്. അവന് മീതെ അത്യുന്നതനുണ്ട്. എന്ന് പറഞ്ഞാൽ നിന്റെ സഹായം മാനുഷികമല്ല, നിന്റെ സഹായം 100%. ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ആ കൈ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിച്ച്. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൈകൾ, ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് വാതുറന്ന് പാടിക്കേ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൈകൾ, തുണയാരുളും വൻകീരിയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും. ആ കൈയൊന്ന് വീശിക്കൊണ്ട്, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും. ഇസ്രായേലിൻ കാവൽക്കാരൻ, നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ ആ വിശ്വാസത്തിന്റെ കൈ ഉയർത്തി വീശിക്കൊണ്ട് പാടിക്കേ. നിദ്രാഭാരം തൂങ്ങുന്നില്ല. ശബ്ദമുയർത്തി, യഹോവയൻ പാലകൻ താൻ,
എവിടൊക്കെയോ ചലനം. ഈ കൈ ഉയർത്തി വീശുമ്പോൾ എവിടൊക്കെയോ ചലനം. പേപ്പറുകളുടെ മേൽ ചലനം. യെസ്, യഹോവയ പാലകൻ താൻ ഇല്ലെനിക്കു വേദമൊട്ടു ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണും ഉടയാരുളും വൻകീരിയിൽ ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണും ഉടയാരുളും വൻകീരിയിൽ. എനിക്ക് ആത്മാവ് നല്ല ബോധ്യം തരുക. എണ്ണപ്പെട്ട ദിവസങ്ങൾക്കകം നിന്റെ വിഷയത്തെ ദൈവശബ്ദം ചലിപ്പിക്കും. ദൈവശബ്ദം ചലിപ്പിക്കും. ലാസറെ പുറത്തു വന്ന ശബ്ദം, കിടക്ക എടുത്തു നടക്കുക എന്ന ശബ്ദം, ഇന്ന് പകൽ നിശ്ചലാവസ്ഥയ്ക്കകത്ത് ഇതാ ദൈവശബ്ദം മുഴങ്ങുന്നു. ഈ ആഴ്ച മുഴുവൻ പ്രാർത്ഥിക്കുവോ? ചലനം ഞാൻ കാണും. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, നിന്റെ കയ്യിൽ വരേണ്ട എന്തോ അനുഗ്രഹങ്ങൾ എവിടൊക്കെയോ സ്റ്റക്കായി കിടക്കുക. ഇന്ന് വചനം അതിനെ ചലിപ്പിക്കുക. ദൈവശബ്ദം അതിനെ ചലിപ്പിക്കുക. ഇത് കേൾപ്പിക്കാനാ നിന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നേ. ഇത് ചലനത്തിന്റെ ദിവസമാ. ഇത് ചലനത്തിന്റെ. അച്ഛൻ്റെ ആ വലത് കൈ ഒന്ന് കുടഞ്ഞേ. ഒന്ന് കുടഞ്ഞു, ഒന്ന് കുടഞ്ഞു, ഒന്നുകൂടെ കുടഞ്ഞു, ഒന്നുകൂടെ കുടഞ്ഞു. നിങ്ങളുടെ കയ്യിൽ ഒരു സർപ്പം കിടപ്പുണ്ട്. ഒന്നുകൂടെ കുടഞ്ഞേര്. അത് നിന്റെ ശരീരത്തെ തളർത്തി അവൻ നിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ കയ്യെ സ്തംഭി. ഞാൻ പറയുന്ന അസുഖം കൈക്കൊണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എനിക്ക് ആത്മാവിൽ കാണാം ചില വിടുതലുകൾ ഇവിടെ സംഭവിക്കാൻ പോവുക. ചില വിടുതലിന്റെ ധ്വനി ഇവിടെ നടക്കാൻ പോകുകയാ. പ്രാർത്ഥിക്കുന്ന ചിലരോട് ഒരു ചലനം നടക്കും.